അപ്പൊ എനിക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാനായിരുന്നു ഇപ്പൊ ശരിക്കും. പറയൂ പറയൂ. അപ്പം വർക്ക് പ്ലേസ് സ്കിൽസ് എന്തൊക്കെയാണ് നമുക്ക് ഒരു ജോലി സ്ഥലത്ത് പോയി എന്തൊക്കെയാവും ഒന്ന് പറയൂ. എന്തൊക്കെയാവുമെന്ന് ചോദിക്കുമ്പം അവിടുത്തെ ടെക്നിക്കൽ സ്കിൽസും സോഫ്റ്റ് സ്കിൽസും ആണ്. അല്ല, അത് ഏത് ജോലിയാന്നനുസരിച്ചിട്ടല്ലേ നമ്മളിപ്പോ സ്കില്ല് പറയുമ്പോ. ആ അദ്ദേഹത്തിന്റെ ക്യാമറയുടെ മുകളിലത്തെ ഭാഗമാണ് കാണുന്നത്. ഇപ്പൊ സാധാരണ ഒരു റൂള് നമ്മളിങ്ങനെ കൈവച്ചാല് ഉം ഒരു ട്രയാങ്കിളിനകത്ത് നമ്മൾ പെടുന്ന വിധത്തിൽ ഇരിക്കണം എന്നാണ്. ഓക്കെ, മീൻസ് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യണം. യു ഷുഡ് അഡ്ജസ്റ്റ് യുവർ ക്യാമറ സോ ദാറ്റ് യു ആർ ഓൺ ദ സെന്റർ ഓഫ് ദ ക്യാമറ. മനസ്സിലായി? ഇപ്പൊ കറക്റ്റ് ആയി. പക്ഷെ അത് കുഴപ്പമില്ല. ലാബിലാണ്, അപ്പൊ ലാബിന്റെ ബാക്കിലോട്ട് ഇരുന്നിട്ടുള്ള നോ ഇഷ്യൂ. ഓക്കെ. നമ്മുടെ സ്കില്ല് എന്ന് പറയുന്നത് ഇപ്പം എന്ത് ജോലിയാണ് ഞാൻ ചെയ്യുന്നത് അനുസരിച്ചിട്ടാണ്. ഇപ്പൊ അമ്മയെ സംബന്ധിച്ചിടത്തോളം സാറിന്റെ എക്സ്പീരിയൻസിന്റെ വെച്ചുള്ള കാര്യങ്ങളാണ് അറിയുന്നത്. അല്ല, അത് ഞാൻ എന്ത് ജോലി ചെയ്തു എന്ന് അറിഞ്ഞത്. ഞാൻ കേട്ടിട്ടുള്ളത് സാർ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പിന്നെ പ്രൊഫസറായിട്ട്, പിന്നെ നമ്മുടെ പ്രസിഡന്റിന്റെ തൊട്ട് കീഴിൽ പോസ്റ്റ് പറഞ്ഞത് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ ഡയറക്ടർ ജനറൽ ഓഫ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ജോലിയാണ്. ഓരോ സ്ഥലത്തും നമ്മുടെ സ്കില്ല് ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്മളൊരു പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ കുറേ ഫയലുകൾ വരും. ആ ഫയലുകളൊക്കെ നമ്മൾ പഠിച്ച് അതിനകത്തുള്ള ഒരു ബ്രീഫ് കൊണ്ടുകൊടുക്കണം. അപ്പോൾ ഏറ്റവും നല്ലൊരു കഴിവ് അവിടെ വേണ്ടത് ഒരു വലിയ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ, ആ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഒരു വലിയൊരു ഫയല് വായിച്ചാൽ, ആ വായിച്ച ഫയൽ കംപ്ലീറ്റ് നമ്മുടെ ബോസ് എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്ററുടെ അടുത്ത് എത്തുമ്പോഴത്തേക്കും അയാൾക്ക് അത് ഫുൾ വായിക്കാൻ സമയമില്ല. അതിന്റെ ബ്രീഫ് കറക്റ്റ് ആയിട്ട് എഴുതി കൊടുക്കാൻ പറ്റണം. അതിലൊരു ഡിസിഷൻ നമ്മൾ സജസ്റ്റ് ചെയ്യാൻ പറ്റണം. ഒരു ഉദാഹരണത്തിന് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞിട്ട് പേപ്പർ ഉണ്ട്. അത് എന്തിനാന്ന് ഇതുവരെ ഇംഗ്ലീഷ് മാഷന്മാര് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. അത് നമുക്കിപ്പോ റീഡിംഗ് സ്കിൽസും അതിൽ നിന്ന് മനസ്സിലാക്കുന്ന അണ്ടർസ്റ്റാൻഡിങ് സ്കിൽസും ഒക്കെ കൂട്ടാനാണ്. അതെ, ഇപ്പൊ ഈ ഒരു ബുക്ക് തന്നാൽ ഈ ബുക്കിന്റെ കണ്ടന്റ് തന്നു, ചാപ്റ്ററിന്റെ ടൈറ്റിൽ തന്നില്ല ഉണ്ടെങ്കിൽ ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ചാപ്റ്റേഴ്സിന്റെ ഹെഡിങ് സജസ്റ്റ് ചെയ്യുമ്പോൾ, ഒരു ബുക്കിന്റെ ഹെഡിങ് സജസ്റ്റ് ചെയ്യുമ്പോൾ ആ പാരഗ്രാഫ് എന്താണോ പറയുന്നത് അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം. അപ്പോഴേ എനിക്കത് മനസ്സിലായി എന്ന് പറയാൻ പറ്റുള്ളൂ. അതേപോലെയുള്ള സ്കില്ലുകളാണ് നമ്മൾ ഫയൽ നോക്കുമ്പോൾ നമുക്ക് വേണ്ടത്. അപ്പൊ ഞാൻ ഈ സംസാരിക്കുന്നതിന്റെ കണ്ടന്റ് എന്താണ് എന്ന് സംസാരിക്കുന്ന കുറച്ച് സമയം കൊണ്ട് അദ്വൈതിന് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിലേ നാളെ ഒരു കോൺഫറൻസിൽ ഇരിക്കുമ്പോൾ, ഒരു സെമിനാറിൽ ഇരിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു ബോസ് നിങ്ങളോടൊരു കാര്യം പറയുമ്പോൾ അത് ക്യാപ്ചർ ചെയ്തിട്ട് എന്താണ് ഈ പറയുന്നത് എന്നൊരു നോട്ടാക്കിയിട്ട് പുട്ടപ്പ് ചെയ്യാൻ പറ്റണം. നമ്മളിപ്പോ ഒരു മന്ത്രിമാരുടെ കൂടെ വർക്ക് ചെയ്യാന്ന് വിചാരിക്കും. മന്ത്രിയുടെ അടുത്ത് കുറെ പ്രശ്നങ്ങൾ ജനങ്ങൾ പറയും. അതിന്റെ ഡിസിഷൻ അപ്പൊ തന്നെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാവണം സിവിൽ സർവീസ്. അതുകൊണ്ട് സിവിൽ സർവീസ് എക്സാമിനേഷന് ഈ കഴിവുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ, പാരഗ്രാഫ് റീഡിങ് എബിലിറ്റി, ഇതൊക്കെ ടെസ്റ്റ് ആയിട്ട് കൊടുക്കും. അപ്പൊ ഞാൻ സ്പേസ് സയന്റിസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എബിലിറ്റിയാണ് നോക്കുക. ഇപ്പൊ എന്റെ എബിലിറ്റി എന്ന് പറഞ്ഞാല്, ഇപ്പൊ നിങ്ങൾ ഗൂഗിൾ മാപ്പ് കാണുമ്പോൾ ആ ഗൂഗിൾ മാപ്പിൽ ഓരോ സംഭവങ്ങളും കൃത്യമായിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ലുക്ക് നോക്കിയിട്ട് എനിക്ക് പറയാൻ പറ്റും ഇത് എയർപോർട്ടാണോ, ഇത് റിഫൈനറി ആണോ, ഇത് ഏത് തരത്തിലുള്ള ഫാക്ടറിയാണ്. ആ ഫാക്ടറി ഉണ്ടെങ്കിൽ ഉടനെ ഞാൻ ആലോചിക്കും ആ ഫാക്ടറിയിലേക്ക് വെള്ളം എവിടുന്നാ വരിക, അവിടത്തേക്കുള്ള റോഡ് എന്തിനാണ്. പുതിയ റോഡ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉടനെ പറയും അത് കോളേജിനുള്ള റോഡാണോ. ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എനിക്ക് പറയാൻ പറ്റും അത് അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ് ആണോ, ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടാണോ. കാരണം ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ കണ്ട് പഠിച്ച് അത് കറക്റ്റ് ആണോ എന്ന് ആ ഗ്രൗണ്ടിൽ പോയി നോക്കി അങ്ങനെ റിലേറ്റ് ചെയ്തിട്ട് സ്കിൽ ഉണ്ടാക്കുന്നതാണ് അതിന് ഇമേജ് ഇന്റർപ്രിട്ടേഷൻ എന്നാ പറയാം. അതുപോലെ നമ്മുടെ കഴിവെന്ന് പറഞ്ഞാൽ ഈ ഇമേജ് ഒന്നും കണ്ടാൽ അതുപോലെ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പൊ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ വരുന്ന മാപ്പ് ഉണ്ടാക്കുന്നത് വലിയ സാറ്റലൈറ്റുകൾ, ഒരു 800 കിലോമീറ്റർ ഹൈറ്റിൽ പോയിരുന്ന ഒരു സാറ്റലൈറ്റ് ആണ് പിക്ചർ എടുക്കുന്നത്. ഭൂമി തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ആ അപ്പൊ 2πr എന്ന് പറയുന്ന റേഡിയസ് 6000 കിലോമീറ്റർ ആണെങ്കിൽ 2πr എന്ന് പറയുന്ന സമയത്ത് ഏകദേശം 2000 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് ഭൂമി കറങ്ങുന്നത്. ഉം, അതിന് മുകളിൽ കറങ്ങുന്ന സാറ്റലൈറ്റ് 1.5 മണിക്കൂർ കൊണ്ട് ഭൂമിയെ ഒരു പ്രാവശ്യം പ്രദക്ഷിണം വെക്കും. ആ അപ്പൊ 18,000 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് സാറ്റലൈറ്റ് പോകുന്നത്. ഉം, 2000 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന ഒരു ആളെ 18,000 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന ഒരു ക്യാമറ പിക്ചർ എടുത്താൽ എന്താ മനസ്സിലാവുക അതിനകത്ത്? ആ അപ്പൊ അതിൽ ഇലക്ട്രോണിക്സ് 18 വരും, കമ്പ്യൂട്ടർ സയൻസ് വരും, മാത്തമാറ്റിക്സ് വരും, കമ്മ്യൂണിക്കേഷൻ വരും. ഈ എഞ്ചിനീയറിംഗിന്റെ ഒക്കെ ഒരു അഗ്ലമറേഷൻ ആണ് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി. ആ അപ്പൊ എനിക്ക് ക്യാമറയെ കുറിച്ച് അറിയണം, ഒപ്റ്റിക്സിനെ കുറിച്ച് അറിയണം, അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് അറിയണം, റൊട്ടേഷനെ കുറിച്ച് അറിയണം, റോൾ പിച്ച് ചെയ്യാ അറിയണം. ആ ഉം, ടിൽറ്റിംഗ് അറിയുന്ന സമയത്തെ കറക്റ്റ് ആയിട്ട് എവിടെയാണ് എന്താണ് പോയിന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഐ മസ്റ്റ് ലേൺ മാത്തമാറ്റിക്സ്, ഐ മസ്റ്റ് ലേൺ ഫിസിക്സ്, ഐ മസ്റ്റ് ലേൺ കമ്പ്യൂട്ടർ സയൻസ്, ഐ മസ്റ്റ് ലേൺ ഇമേജ് പ്രോസസ്സിംഗ്. നിങ്ങളൊക്കെ പഠിക്കുന്ന സിഗ്നൽ പ്രോസസ്സിംഗ് എനിക്കറിയണം. ആ അപ്പൊ ഈ വിഷയങ്ങളൊക്കെ അറിയുന്ന ഒരാൾക്ക് അത് ആ ആംഗിളിലൂടെ നോക്കുമ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാനും ഇമേജ് നന്നാക്കാനും ഒക്കെ സാധിക്കുള്ളൂ. ഇപ്പൊ എന്റെ ഉം, സ്കിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മൾട്ടി, അത് മിക്കവാറും സാറ്റലൈറ്റ് ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് വലിയ സബ്ജക്റ്റ് ആണ്. കാരണം നമ്മൾ ആ നോക്കുന്നത് എർത്തിനെയാണ്. അപ്പൊ ജിയോഗ്രഫി അറിയണം. ഉം, ഒരു പിക്ചർ കണ്ടാൽ അത് കൾട്ടിവേഷൻ ചെയ്യുന്നത് അത് എന്താണ് അവിടെ, അത് വാഴ കൃഷിയാണോ അറിയണ്ടേ? ആ അപ്പൊ സിഗ്നേച്ചർ സ്റ്റഡി വേണം. ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് വേണ്ടത്. പഠിക്കാൻ പറ്റുന്ന ഒരു സ്കില്ല്. എല്ലാ ജോബിനും വേണ്ടത് പഠിക്കാൻ പറ്റുന്ന സ്കില്ലാണ്. ഉം, ഇപ്പൊ ഞാനൊരു കുക്കായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കും. എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്, ഞാൻ കുക്കായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഒരു കുക്കായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം ഡെയിലി ഉണ്ടാക്കുന്നത് പോരാ. ഞാൻ ആ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഉടനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഓ ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന് ഞാൻ അപ്പൊ ഗസ് ചെയ്യും. ഓക്കെ. എന്നിട്ട് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുന്ന സമയത്ത് അതിന് അതേ ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കും ഞാൻ. ഉം, മനസ്സിലായോ? ആ അതല്ലെങ്കിൽ എനിക്കിതല്ല വേണ്ടത്. ഇപ്പൊ എഗ്ഗ് കറി ഉണ്ടാക്കുന്ന സമയത്ത് മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ പല തരത്തിൽ ഉണ്ടാക്കാമല്ലോ. അപ്പൊ ഞാൻ ഉം, ഏത് ഹോട്ടലിൽ പോയാലും പറയും എനിക്ക് കേരള സ്റ്റൈലിൽ ഇങ്ങനെയാണ് മുട്ടക്കറി വേണ്ടത് എന്ന് പറയുമ്പോൾ ഷെഫിനെ വിളിച്ച് നമ്മൾ സജസ്റ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്, ഇങ്ങനെ ഇടേണ്ടത്, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ കറി ഇങ്ങനെയാവും, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കണം എന്ന് പറയും. ആ അത് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾ ഷെഫല്ല, ആ അയാൾ വെറും കുക്കാണ്. ഉം, ആ ഇപ്പൊ ഞാൻ എൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് ഞാൻ പറയുമ്പോൾ അത് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ആൾക്കേ ടാജിലും അതേപോലെയുള്ള വലിയ ഹോട്ടലിലൊക്കെ ജോലി കിട്ടുള്ളൂ. ഓ കറക്റ്റ് അനലൈസ് ചെയ്യാൻ പറ്റണില്ലേ? ആ ഞാൻ അത് ഏത് ജോലിക്കും വേണം. ആ മനസ്സിലായോ? ഞാൻ അദ്ദേഹത്തോട് ആ പറയാണ് എനിക്ക് ഈ ടേസ്റ്റാ വേണ്ടത്. ഇല്ല ഉം, എനിക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയുന്ന ഒരാൾ എങ്ങനെയാ വലിയ ഹോട്ടലുകളിൽ ജോലിയാവുക? ആ ആ മനസ്സിലായോ? അപ്പൊ എല്ലാ ഉം, ജോലിക്കും വേണ്ടത് എനിക്ക് കുറച്ചറിയാം, പക്ഷെ അതിൽ നിന്ന് ബാക്കി ഡെവലപ്പ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവണം. ആ ലേണിംഗ് സ്കില്ല് നല്ലപോലെ ഉണ്ടാവണം എല്ലാ ജോലിക്കും വേണ്ട. അത് ഏറ്റവും കൂടുതലുള്ള ആളാണ് ഈ സിവിൽ സർവീസിലുള്ള ഒരാൾ. ഒരു ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തു, 2 ദിവസം കഴിയുമ്പോൾ അയാളെ മാറ്റി വേറെ ഡിപ്പാർട്ട്മെന്റിൽ ഇടും. ആ അവിടത്തെ പെർഫോമൻസ് അനുസരിച്ച്. ആ ഒരു ദിവസം ക്ലർക്കായിരിക്കും, പിറ്റേ ദിവസം കഴിയുമ്പോൾ അയാളെ ബീവറേജ് കോർപ്പറേഷന്റെ ചെയർമാൻ ആക്കും, സെക്രട്ടറി ആക്കും, അതിൽ മാനേജിംഗ് ഡയറക്ടർ ആക്കും. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കഴിയുമ്പോൾ നേരെ ടൂറിസം സെന്ററിന്റെ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് കമ്പനിയുടെ, ഇപ്പൊ IPS ട്രാൻസ്പോർട്ടിന്റെ കേരള KSRTCയുടെ MD ആയിട്ട് പോകുന്നില്ലേ? ഉം, അതും ചെയ്യാൻ പറ്റണം, ഇതും ചെയ്യാൻ പറ്റണം. അപ്പൊ അവിടെ ആ പോയിരുന്നാൽ ഒരു 10 ദിവസം കൊണ്ട് അത് കംപ്ലീറ്റ് പഠിക്കാൻ പറ്റുന്ന ഒരു എബിലിറ്റി ഉണ്ടോ നോക്കും. ഓക്കെ. അതല്ലെങ്കിൽ യു ക്യാൻ ബി അണ്ടർ സംബഡി വർക്കിംഗ് ഇൻസ്ട്രക്ഷൻസ് കേട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാവും. അതല്ലല്ലോ വേണ്ടത്. ആ ഞാൻ മാത്തമാറ്റിക്സ് ആണ് പഠിച്ചത്, പക്ഷെ എനിക്ക് മാത്തമാറ്റിക്സേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ വ്യക്തിയായിട്ട് എനിക്കൊരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ എന്റെ സ്കിൽ എന്ന് പറയുന്നത് എന്റെ കീഴിൽ കുറെ പേരുണ്ടാവുമ്പോൾ അവർക്കൊക്കെ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് അവരൊക്കെ കോർഡിനേറ്റ് ചെയ്ത്, അപ്പോൾ ഹ്യൂമൻ സ്കില്ല് കുറെ വേണം. അതാണ് സോഫ്റ്റ് സ്കില്ല്, അതാണ് ലൈഫ് സ്കില്ല്. ആ എന്റെ ഐഡിയ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, അത് ബാക്കിയുള്ളവർക്ക് അബ്സോർബ് ചെയ്യുന്ന തരത്തിൽ ഉണ്ടാക്കി മാറ്റാൻ പറ്റണം, അൾട്ടിമേറ്റ്ലി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റണം. അതൊരു ഉം, സോഫ്റ്റ്വെയർ ആക്കിയിട്ട് മാറ്റണമെങ്കിൽ ഒരാളുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അല്ല, ഒരു 10 പേരടങ്ങുന്ന ടീമാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക. ഉം, അത് ഡിവൈഡ് ചെയ്ത് അതൊക്കെ ചെക്ക് ചെയ്ത് ഇപ്പൊ ടെസ്റ്റിംഗ് പ്രോസസ്സ് വേണം, എല്ലാം അറിയണം. ആ ഓക്കെ. ഏ, അതുപോലെ നമ്മൾ അടുത്തത് ചെയ്യുന്ന ഒരു ജോലി ചെയ്യുന്ന സമയത്ത് യെസ്, നാളെ ഒരു വലിയൊരു പ്രോജക്റ്റ് വരുന്നു, അപ്പൊ അതിന്റെ ഫിനാൻസ് അറിയണം. ഒരു ഉം, കോൺഫറൻസ് നടത്തണമെങ്കിൽ പോലും എനിക്ക് എങ്ങനെയാണ് ഫിനാൻസ്
ആ എത്ര കാശ് വേണം, എത്ര വണ്ടി വേണം, ആരെയൊക്കെ എവിടേക്കാണ് കൊണ്ടുവരിക, ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നത്, അവർക്ക് എങ്ങനെ ഫണ്ട്, കംപ്ലീറ്റ് ഓർഗനൈസ് ചെയ്യുന്നത് ആ രീതി. ഈ എബിലിറ്റി ഒക്കെ വേണ്ടേ. ആ അപ്പൊ നമ്മൾ ഹയർ ലെവലിൽ എത്തുമ്പോഴത്തേക്കും ആദ്യം പ്രോഗ്രാമിംഗ് ആയിരിക്കും തുടങ്ങുക, പിന്നെ സയൻസും മാത്സും ഫിസിക്സും കെമിസ്ട്രി ഒക്കെയാണ് പഠിക്കുക. കുറച്ച് കഴിയുന്ന സമയത്ത് മനുഷ്യന്മാരെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അറിയും. അതും കഴിയുമ്പോൾ പിന്നെ ഫിനാൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അറിയും. ഉം. ഇപ്പൊ നമ്മൾ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കണം. ഞാൻ ഇവിടെ ജോലി ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യത്തെ ഡയറക്റ്റ് എംപ്ലോയി ഞാനാണ്. ആ ബാക്കി കുറച്ച് പേരൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നിട്ടുള്ള സീനിയർ ആൾക്കാരുണ്ട്. പക്ഷെ കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങണം, റിക്രിയേഷൻ ക്ലബ്ബ് തുടങ്ങണം, ക്യാൻറ്റീൻ തുടങ്ങണം, കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങണം, ബെനവലന്റ് ഫണ്ട് തുടങ്ങണം. ഈ സംഭവങ്ങളൊക്കെ എന്താന്ന് എനിക്ക് അറിയണ്ടേ. ഉം. മനുഷ്യന്മാർ ഡ്രൈവർ ആയാലും അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു ക്യാൻറ്റീൻ ഉണ്ടാക്കണ്ടേ. ഇപ്പൊ ക്യാൻറ്റീനിന്റെ നിയമങ്ങൾ എന്താണെന്ന് ഞാൻ പഠിച്ചാലേ എനിക്ക് പിന്നെ ഗവൺമെന്റ് ക്യാൻറ്റീൻ ഉണ്ടാക്കാൻ പറ്റും. ഉം. ഓക്കെ. അപ്പൊ അവിടെ ഭക്ഷണം കഴിക്കാനുള്ള പാത്രം എങ്ങനെ വേണം, പുതിയതായിട്ട് എങ്ങനെ സെറ്റപ്പ് ചെയ്യാം. ഇത് മാത്തമാറ്റിക്സ് പഠിച്ച് PhD ചെയ്തു, ഞാൻ സയന്റിസ്റ്റേ ആവുള്ളൂ എന്ന് പറഞ്ഞാൽ സയന്റിസ്റ്റ് ആവുകയേ ഉള്ളൂ, അതിന് മുകളിലേക്ക് കയറി പോവില്ല. ഓക്കെ. ആ അങ്ങനെ ഹയർ ആൻഡ് ഹയർ എത്തുമ്പോഴത്തേക്കും യു ഹാവ് ടു നോ മെനി തിങ്സ് അറൗണ്ട്. ഉം. അതാണ് വേണ്ടത്. ആ എബിലിറ്റി ടു ലേൺ, അതാണ് ഏറ്റവും വലിയ സ്കില്ല്. ആ ഇപ്പൊ ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഡയറക്ടറായിട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ഉണ്ടായിരുന്നു. കുറേ കേപ്പുകളിൽ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. ഉം. ഓക്കെ. ഓരോ സ്ഥലത്തും നമ്മൾ പോകുമ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെ നമ്മൾ മോൾഡ് ചെയ്യാം. ഇപ്പം എഞ്ചിനീയറിംഗ് കോളേജ് ആവുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണോ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ക്യാമ്പസുകൾ വേണ്ടത്, ലാബ് ഇങ്ങനെ മതിയോ, ഉം. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് മാറ്റാൻ വരുത്താൻ പറ്റണ്ടേ. ആ പിന്നെ നമുക്കിപ്പം സാറിന്റെ വർക്ക് എക്സ്പീരിയൻസ് മീൻസ് അതിൽ നിന്ന് അല്ല, എന്താണ് കൃത്യമായിട്ട് ചോദിക്കണം. കുറേ ഞാൻ ഈ പറഞ്ഞതൊക്കെ വർക്ക് എക്സ്പീരിയൻസ് തന്നെയല്ലേ ഇതുവരെ പറഞ്ഞത്. ആ നമുക്കിപ്പോ അറിയേണ്ട കൃത്യം സാറിന്റെ വർക്ക് എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത്. അല്ല, ഇതാ ഞാൻ പറഞ്ഞത്, ഇതുവരെ പറഞ്ഞിട്ടുള്ളതൊക്കെ വർക്ക് എക്സ്പീരിയൻസ് അല്ലേ. ആ ആണോ അല്ലയോ? ഓക്കെ. ആ അത് ഇൻഫർ ചെയ്താൽ മതിയല്ലേ. അതിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യമാണെങ്കിൽ, ഇപ്പൊ ഞാൻ സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ രാജീവ് ഗാന്ധി അസാസിനേഷൻ. ആ രാജീവ് ഗാന്ധി അസാസിനേഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ പണിയല്ല, പോലീസിന്റെ പണിയാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇമേജിനെ വളരെ ഫാസ്റ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കഴിവ് നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്തേക്ക് റെഫറൻസിൽ വരും. കാരണം ഒരു ഫോട്ടോഗ്രാഫ് വളരെ ചെതറിക്കിടക്കുന്ന ഫോട്ടോഗ്രാഫിനെ നന്നാക്കാൻ പറ്റുമോ? കാരണം ഇമേജ് പ്രോസസ്സിംഗ് ആണ് എന്റെ വിഷയം. ഉം. അപ്പൊ നമ്മൾ ഒറ്റക്കല്ല, നമ്മുടെ ഒരു ടീം ഉണ്ടായിരുന്നു. അവരുടെ പണി ഈ സാറ്റ് ഇമേജ് പ്രോസസ്സ് ചെയ്തിട്ട് നന്നാക്കാൻ പറ്റുമോ. അപ്പം പല പല ഫീൽഡ് ആണെങ്കിലും ഒരു കാര്യത്തെ പറ്റി കൃത്യ നോളജ് ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ എല്ലാം വ്യത്യസ്തമായ മുന്നോട്ട് ആപ്ലിക്കേഷനിലേക്ക് വരും. ഓ ഇപ്പൊ ഞാൻ ഫോട്ടോ പ്രിന്റിംഗ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാബോറട്ടറി എന്റെ കയ്യിലായിരുന്നു. ഉം. അപ്പൊ കാർഗിൽ വാറിന് മാപ്പുകൾ കൊടുക്കണം. അവർക്ക് അന്ന് ഇന്റർനെറ്റോ അല്ലെങ്കിൽ മലയുടെ മുകളിൽ ഇരിക്കുമ്പോൾ ലാപ്ടോപ്പോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, മാപ്പ് തന്നെ വേണം. ഉം. ഫിസിക്കൽ മാപ്പ് ഉണ്ടായാലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ മാപ്പ് പ്രിന്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ മാപ്പ് പ്രിന്റ് ചെയ്യുന്നത് വലിയ മാപ്പുകളായിരിക്കും, 1 മീറ്റർ നീളത്തിലുള്ള വീതിയിലുള്ള ആ ഒരു വലിയ മാപ്പുകൾ. അത് ആ സ്ഥലത്തിന്റെ മാപ്പുകളാണ്. അത് നമ്മൾ സാറ്റലൈറ്റ് പിക്ചർ എടുക്കുമ്പോൾ കംപ്ലീറ്റ് മഞ്ഞാണ്. ആ ആ മഞ്ഞിന്റെ ഇടയിൽ റോഡ് പോലും കാണില്ല. അപ്പൊ അതിനെ എങ്ങനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാം? ആ ഇമ്പ്രൂവ് ചെയ്യുന്നത് ക്യാമറയിൽ നിന്ന് എക്സ്പോസ് ചെയ്യുന്ന സമയത്തുള്ളതിന്റെ ടൈം മാറ്റം വരുത്തും, കെമിസ്ട്രി മാറ്റം വരുത്തും, എന്നിട്ട് പതുക്കെ 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 ഫിൽട്ടർ ഉപയോഗിക്കും, എന്നിട്ട് കുറച്ചും കൂടി നന്നാക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയും. ഇതേ മെത്തഡോളജി തന്നെയാണ് നമ്മൾ പിന്നെ അസാസിനേഷൻ കേസ് വർക്ക് ചെയ്യുമ്പോഴും ചെയ്യുക. ആ ഫോട്ടോഗ്രാഫ് ഉണ്ട്, ആ ഫോട്ടോഗ്രാഫിനെ കുറച്ചും കൂടി നന്നാക്കാൻ പറ്റുമോ, നന്നാക്കുമ്പോൾ ഒരാളുടെ മുഖം കൃത്യമാവുമെങ്കിൽ ഇയാളായിരിക്കും സസ്പെക്ട്. ആ അപ്പൊ അതിന് ഉപയോഗിക്കാം. ഉം. അങ്ങനെ നമ്മളിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുക്കാൻ പോയി ഞാൻ. ആ സമയത്താണ് അവിടെ ഫോട്ടോണിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ഉം. ആ ഫോട്ടോണിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ ഒരു തുള്ളി വെള്ളം ഒരു കുളത്തിലേക്ക് ഒരു ചെറിയൊരു ഒരു കല്ല് വീഴാന്ന് വിചാരിക്കാം. ആ വീഴുന്ന സമയത്ത് കുറേ വേവ്സ് ഉണ്ടാവും. ആ വേവ്സിനെ കൃത്യമായിട്ട് എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്? നമ്മളൊരു ഫില്ലറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് നിലത്തിടുന്ന സമയത്ത് ആ വെള്ളം എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്? ഇനി ഇതേ സാധനം ഒരു തുള്ളി വെള്ളം ഞാൻ ഒരു ഗ്ലാസിന്റെ മുകളിൽ ഒഴിക്കുന്ന സമയത്ത് ആ വെള്ളം എങ്ങനെയാണ് ചെതറിപ്പോകുന്നത്? ഇതിന്റെ പിക്ചേഴ്സ് നല്ലപോലെ എടുത്തിട്ട് കുറേ പടങ്ങൾ എടുത്തിട്ട് അതിൽ ഇമേജ് പ്രോസസ്സിംഗ് എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുക? അത് അന്നൊരു ത്രില്ലായിരുന്നു. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ വേറൊരു പുതിയ കാണുമ്പോൾ ഞാൻ പഠിച്ച ഭാഗം എനിക്കത് ഉപയോഗിക്കാൻ പറ്റുമോ നോക്കും. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രോജക്റ്റുകൾ വരും നമുക്ക്.
അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. കാരണം നമ്മൾ ബേസിക്കലി സയന്റിസ്റ്റ് ആണ്. അപ്പൊ ഇന്ന പണി എന്ന് ആ പറഞ്ഞ ഒരാൾ തരികയല്ല, നമ്മൾ പണി കണ്ടുപിടിക്കുക ചെയ്യുക. ഉണ്ട്. ആ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഡോക്ടറിന്റെ പഠനകാലത്ത് നമുക്കിപ്പോ ഒരു വർക്ക് എംപ്ലോയബിലിറ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്തിട്ടുള്ളത്? ഈ നമ്മൾ പഠിക്കുന്ന കാലത്തൊന്നും, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊന്നും തീരെ നല്ല സ്റ്റുഡന്റ് ആയിരുന്നില്ല. കോളേജ് പഠിക്കുന്ന കാലത്ത് പോലും ആ എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല. BSc മാത്തമാറ്റിക്സ് ആണ് അന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള സാധനം. അന്ന് എഞ്ചിനീയറിംഗ് കിട്ടിയാൽ പോലും ഞാൻ പോവില്ല. കാരണം ആ മാത്തമാറ്റിക്സ് ആവുക, പ്രൊഫസർ ആവുക എന്നൊക്കെ ഉള്ളതാണ് ജീവിതത്തിന്റെ അഭിലാഷം. അങ്ങനെ മാത്തമാറ്റിക്സ് BSc പഠിച്ചു കഴിയുമ്പോൾ പിന്നെ ആലോചിക്കുക MScക്ക് എവിടെ പഠിക്കണം എന്നല്ലാതെ MSc കഴിഞ്ഞാൽ എന്ത് ജോലി കിട്ടുമെന്ന് ആലോചിക്കാറില്ല. ആ ഇന്നാണ് എന്ത് ജോലി കിട്ടും എന്ന് വിചാരിച്ചിട്ട് പഠിക്കാൻ പോവുക. അന്ന് മാത്തമാറ്റിക്സ് പഠിക്കുന്നത് മാത്തമാറ്റിക്സിനോടുള്ള താല്പര്യമാണ്, ഉം. അല്ലെങ്കിൽ ആരോടെങ്കിലുള്ള വൈരാഗ്യമാണ്. അല്ലാതെ ഇന്നത്തെ പോലെ ഒരു ജോബ് ഓറിയന്റഡ് സ്റ്റഡി ഒന്നും ആയിരുന്നില്ല നമ്മുടെ കാലത്തൊക്കെ. അതിന് ആ എന്തെങ്കിലുമൊക്കെ പഠിക്കണം, സോ ആ പഠിക്കുന്നതിൽ പാഷൻ കണ്ടെത്തുക. അല്ലാതെ സ്പേസ് സയന്റിസ്റ്റ് ആവണം, ഇമേജ് പ്രോസസ്സിംഗ് ചെയ്യണം, നാളെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ റോയൽ വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണോ ജീവിതം തുടങ്ങിയത്? അതൊന്നുമല്ല. ആ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്രാജുവേഷൻ പഠിക്കുന്ന കാലത്താണ് എൻ്റെ ബ്രദർ ഇന്ത്യൻ സിവിൽ സർവീസിൽ, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ എത്തിയത്. ആ അദ്ദേഹത്തിനും ആ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. അദ്ദേഹം ഒരു പിന്നെ സാധാരണ കോളേജിൽ സുവോളജി പ്രൊഫസറായിരുന്നു. എന്തോ ഒരു ദിവസം രാവിലെ എഴുതണം തോന്നി ഒരു പരീക്ഷ എഴുതി. അല്ലാതെ ഇന്നത്തെ പോലെ കോച്ചിങ് ക്ലാസ് പോയിട്ട് ആരെങ്കിലും കോച്ച് വലിച്ചിട്ടൊന്നും അല്ല ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് കിട്ടിയത്. ഉം. എവിടെയും കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല. അന്ന് കോച്ചിങ് സെന്റേഴ്സും ഇല്ല. ആ അപ്പൊ ഇന്നത്തെ പോലെ 7ാം ക്ലാസ് മുതൽ ഒരാളെ IAS ആക്കാനുള്ള ട്രെയിനിങ് ആ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഉം. ഓക്കെ. അത് കഴിഞ്ഞപ്പോഴാണ് നെക്സ്റ്റ് ബ്രദറിന് സിവിൽ സർവീസ് കിട്ടിയപ്പോൾ എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സിവിൽ സർവീസ്. അപ്പം ഞാൻ പഠിച്ചു തുടങ്ങിയിരുന്നു. പക്ഷെ അതിനിടയിലാണ് മാത്തമാറ്റിക്സിനോടുള്ള താല്പര്യം കൂടി മാത്തമാറ്റിക്സ് പഠിക്കാൻ തീരുമാനിച്ചത്. ഓ അപ്പൊ ഇന്ന് ജോലി കിട്ടണം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ഇപ്പം ഉം. MSc കഴിഞ്ഞു, PhDക്ക് അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് എത്രയോ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അവിടെ ഇവിടെയൊക്കെ മാഷാവണം താല്പര്യത്തിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അവിടെ ഒന്നും മിക്കവാറും കേരളത്തിലൊക്കെ ടീച്ചേഴ്സ് ആവണമെങ്കിൽ അന്ന് PSc എഴുതണമെങ്കിൽ കുറേ സമയം പിടിക്കും. അതല്ലെങ്കിൽ ഉം. ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ കിട്ടണമെങ്കിൽ കുറേ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വേണം. കേരളത്തിൽ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് ആ കോളേജൊന്നും ഇല്ലാത്തൊരു കാലം. ഇപ്പൊ കുറേ ഉം. പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഉള്ളൊരു കാലത്താണ് ഞാൻ PhD എടുത്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കോളേജിൽ മാത്തമാറ്റിക്സ് ടീച്ചറായിട്ട് മാറിയിട്ടുണ്ടാവുമായിരുന്നു. ആ ഉം. അത് കിട്ടാത്തതുകൊണ്ട് ചിലപ്പോൾ സയന്റിസ്റ്റ് ആയി, അത്രയൊക്കെ പറയാൻ പറ്റൂ. ഓക്കെ. പിന്നെ ഇപ്പം എനിക്ക് എന്തൊക്കെ സജഷൻസ് ആണ് സാറിന് തരാൻ പറ്റുക? മീൻസ് ഇന്ന ആക്ടിവിറ്റികൾ ചെയ്യൂ ഇപ്പൊ നമുക്കിപ്പം ഇന്നിപ്പോ പഠിക്കുന്ന വിഷയം ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ECE ആ 3rd ഇയർ ആണ്. അല്ല, ഫസ്റ്റ് ഇയർ ആണ്, ആ സെക്കൻഡ് സെമസ്റ്റർ ആണ്. അപ്പൊ ആ ഇലക്ട്രോണിക്സ് ആയിട്ട് സംബന്ധിച്ച് ഇന്നിപ്പോൾ ഉള്ള ഏറ്റവും വലിയ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് 5G. ഉം. എന്താണ് 5G? നമ്മളിപ്പം 5th ജനറേഷൻ കണക്ടിവിറ്റി ഒക്കെ കൂടിയ അതെ, ഈ ഇപ്പൊ ഉള്ള 3Gയും 4G ഒന്നും പോരാ, 5G ആണ്. ഉം. നമ്മൾ ഇന്നൊരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പം ഇന്റർനെറ്റ് നഷ്ടപ്പെടും. ആ ഏത് സ്പീഡിലും എവിടെയും ട്രാവൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഇന്റർനെറ്റ് ഉണ്ടാവും, അടുത്ത കാലത്തേക്ക് വരാൻ പോകുന്നുണ്ടാവും. ആ അതാണ് ലോകം. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന നോളജ് നല്ലപോലെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് റോബോട്ട്സിന് നമുക്ക് വർക്ക് ചെയ്യുമ്പോഴേ ആക്ഷനായിട്ട് മാറും. എൻ്റെ അടുത്ത ആ കാലത്ത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ, പാലക്കാട് ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ കൊടുത്തിട്ടുള്ള ടോക്കാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ്. ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന നോളജാണ്. അതിനെ നമ്മൾ ഫ്യൂച്ചർ ആയിട്ടുള്ള ടെക്നോളജിക്ക് ഉപയോഗിക്കുമ്പോൾ അത് എങ്ങനെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നോളജ് ആക്കിയിട്ട് മാറ്റാം, അപ്ലൈ അതിനെ ചെയ്യാനുള്ള. സ്കിൽ ആയിട്ട് മാറ്റാം, ഉം. ആ സ്കില്ല് എങ്ങനെ ഉപയോഗിക്കാം നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. ഇത്തരം ആ കാര്യങ്ങൾ ലോകത്ത് എന്താ നടക്കുന്നതെന്ന് കൃത്യമായിട്ട് പഠിക്കണം. ഇപ്പം 4 വർഷം 3 വർഷം കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് പാസ്സാകുമ്പോഴത്തേക്കും നിങ്ങളുടെ സിലബസിലുള്ള സംഭവങ്ങളൊക്കെ 10 വർഷം മുമ്പ് 20 വർഷം മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ആ സിലബസ് ആണ്. ഉം. അപ്പോൾ ഇഷ്ടംപോലെ ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് ഉണ്ട്, ആ മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ്, എഡെക്സ്, കോഴ്സറ. അതുപോലെ ഇഷ്ടംപോലെ പ്രോഗ്രാമിംഗ് പഠിക്കുന്ന സ്കിൽ സെറ്റ് ഇഷ്ടംപോലെ ഉണ്ട്. ദർ ആർ ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് കോഴ്സസ്. ഇലക്ട്രോണിക്സ് മാത്രം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ടാവും. ആ പണ്ടൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു പ്രോസസ്സ് കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അത് ഉം. ചിപ്പാക്കിയിട്ട് മാറ്റിയിട്ടാണ്. ഇലക്ട്രോണിക്സിന് അത്തരം പ്രോഗ്രാമിംഗ്, ഹാർഡ്വെയർ പ്രോഗ്രാമിംഗ് ആയിരുന്നു കുറച്ചും കൂടി പ്രാധാന്യമുള്ളത്. ആ AHDL എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ അങ്ങനെയല്ല. VHDL പ്രോഗ്രാമിംഗ്, വെരി ലാർജ്, അത്തരം ആ സംഭവങ്ങൾ കുറേ ഉണ്ടായിരുന്നു. പക്ഷെ ഉം. ഇപ്പം അതിനൊന്നും പ്രാധാന്യമില്ല. കാരണം സോഫ്റ്റ്വെയർ വളരെ ഫാസ്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്.
ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വന്നു, ഷെയർഡ് കമ്പ്യൂട്ടിംഗ് വന്നു. അപ്പൊ ഇതൊന്നും ഇപ്പം ഹാർഡ്വെയർ ബേസ്ഡ് അല്ല. അപ്പൊ ഇലക്ട്രോണിക്സുകാർ എന്ത് ചെയ്യണം, ഇതെങ്ങനെ നമ്മുടെ ഡിവൈഡഡ് സിസ്റ്റംസിലേക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ ഈസ് ഗോയിങ് ടു ബി ദ വേൾഡ് ഓഫ് ടുമോറോ. ഇലക്ട്രോണിക്സ് ആണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. അത് ഇപ്പൊ ട്രഡീഷണലി നമ്മുടെ നാട്ടിലൊക്കെ ചെയ്തു വരുന്ന കുറേ പഴയ അധ്വാനം ആവശ്യമുള്ള കുറേ ആക്ടിവിറ്റികളുണ്ട്. അതിൽ നിങ്ങളുടെ ഇലക്ട്രോണിക്സ് എവിടെ ഉപയോഗിക്കാൻ പറ്റും? സൊസൈറ്റിയിലെ പ്രശ്നങ്ങൾ നോക്കുക. ഇപ്പൊ പണ്ട് കാലത്ത് പാല് കറക്കുന്ന പോലെ അല്ലല്ലോ ഇപ്പൊ കറക്കുന്നത്. ഇലക്ട്രോണിക് മെഷീൻ വെച്ചിട്ട് നേരെ വെച്ച് കഴിഞ്ഞാൽ പാല് കറക്കുന്നില്ലേ? അത് ഇലക്ട്രോണൈസ്ഡ് ചെയ്തു. അതുപോലെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും? ഇപ്പൊ നെയ്ത്ത് മെഷീൻസ് ഉണ്ട്, നെയ്ത്ത് മെഷീൻസിൽ ഇലക്ട്രോണിക്സ് ഉപയോഗിക്കാം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? അത്തരം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സംഭവങ്ങൾ പഠിക്കുമ്പോൾ അതിനാണ് പ്രോജക്റ്റ്. അപ്പൊ എല്ലാ ഹോളിഡേയ്സിലും എല്ലാ വെക്കേഷനിലും എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ പഠിച്ച എൻ്റെ കയ്യിലുള്ള ടൂള് എന്തിനൊക്കെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ 3 വർഷം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എനിക്ക് സെൽഫായിട്ട് കോളേജ് ഒരു പ്രോജക്റ്റ് തരും, ഗവൺമെന്റ് ഒരു പ്രോജക്റ്റ് തരും. അതിന് പകരം എനിക്ക് എന്ത് പുതിയ പ്രോജക്റ്റ് ഉണ്ടാക്കാൻ പറ്റും? ഹൗ ആം ഐ ഗോയിങ് ടു ഡു ഇറ്റ്? അത് നമുക്ക് ചുറ്റുള്ള ഇപ്പൊ റബ്ബർ ടാപ്പിങ്ങിന് ഇതുവരെ ഇലക്ട്രോണിക്സ് ഉപയോഗിച്ചിട്ടില്ല. സീ വാട്ട് ക്യാൻ ബി ഡൺ. മനസ്സിലായോ? അതിന്റെ ഡെൻസിറ്റി മെഷർമെന്റ് ഉണ്ട്. അത് നോക്കിയിട്ടാണ് കറക്റ്റ് ആയിട്ട് അതിൽ എത്ര ആസിഡ് ഒഴിക്കണം എന്ന് കണ്ടുപിടിക്കുക, വെള്ളം എത്ര ഒഴിക്കണം. അത് ഡിഷിലാണ് ഇപ്പോഴും ചെയ്യുന്നത്. ക്യാൻ വി ഹാവ് എ മിഷൻ ഫോർ ദിസ്? അതിൽ ഇലക്ട്രോണിക്സ് വേണം, മെക്കാനിക്കൽ വേണം, റോബോട്ടിക്സ് വേണം, കുറെ ഇൻഫർമേഷൻ അറിയണം. ഇങ്ങനെ പലതും നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ എവിടെ ചെയ്യാൻ പറ്റും? അത് ഫെയിലിയർ ആവോ സക്സസ് ആവോ എന്നുള്ളതല്ല, ഇത് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇത് സ്മോൾ സ്കെയിൽ. ഇതിന് ലാർജ് സ്കെയിലാന്ന് വിചാരിക്കാം. ഇപ്പൊ ഞാനൊക്കെ ഒരു NIT പോലെയുള്ള സ്ഥലത്തൊക്കെ ഞാൻ പണ്ട് ചെയ്തിട്ടുള്ളത് ഒരു സാറ്റലൈറ്റ് മേക്കിംഗ് വാസ് എ ഗ്രേറ്റ് പ്രോജക്റ്റ്. അപ്പൊ അതിനകത്ത് മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ എല്ലാവരും വരും. അങ്ങനെ എല്ലാവരും ഉണ്ടാക്കിയിട്ട് താല്പര്യമുള്ളവരെ ചേർത്തിട്ട് എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്യുക, വലിയൊരു പ്രോജക്റ്റ്. അപ്പൊ അവിടെ പുറത്താരും വേറെ പ്രോജക്റ്റ് ഒന്നും ചെയ്തില്ല, അവരൊക്കെ ഇതിനകത്ത് പങ്കുണ്ടാവും. അവരെല്ലാവരും വലിയൊരു സാറ്റലൈറ്റ് ഉണ്ടാക്കി വെച്ച് ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ അവർക്ക് ഓരോരാൾക്കും അറിയാം എങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്. സോ ലേണിംഗ് ഈസ് ദ പ്രോസസ്. നിങ്ങൾ പ്രൊഫഷണൽസ് അല്ല, പക്ഷെ പ്രൊഫഷണൽ ലേണേഴ്സ് ആണ്. നമ്മളിപ്പോ ഒരു കാര്യം ഉണ്ടാക്കുമ്പോ അതിന്റെ എഫിഷ്യൻസി കൂടെ നോക്കണ്ടേ? അതൊക്കെ പിന്നെ വരുന്നത്. അതൊക്കെ വരുന്നത് ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് ടെക്നോളജി ആയിട്ട് മാറ്റുമ്പോഴാണ്. നൗ യുവർ എയിം ഈസ്, ഞാനൊരു പ്രോജക്റ്റ് ചെയ്യുന്നത് എങ്ങനെ പഠിക്കണം എന്നറിയാനാണ്. അത് എക്കണോമിക്കലി വയലബിൾ ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് പിന്നത്തെ കാര്യം. അത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക, അല്ലെങ്കിൽ അതിനെ റിഫൈൻ ചെയ്യുമ്പോഴാണ്. ആദ്യം തന്നെ വലിയ ഗവേഷണങ്ങളല്ലല്ലോ നടക്കുക. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് കാശ് കൂടുതൽ മുടക്കിയാലും കുറെ നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിലും ഇതെനിക്ക് മാറ്റാൻ പറ്റുമോ, ഇന്നുള്ള സിസ്റ്റത്തിന് പുതിയ സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. ഡോക്ടർ, പിന്നെ ഞാനിപ്പം ബിടെക് പഠിച്ചു തുടങ്ങി. ഇതിപ്പം ബാക്കി എങ്ങനെ പഠിക്കാൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. അതാണ് ഓൺലൈൻ. യു ഷുഡ് ഓൾവേസ് ബി ഓൺലൈൻ. ഓൺലൈനിൽ എല്ലാ റിലേറ്റഡ്, ഇപ്പൊ ഒരു സബ്ജക്ട് പഠിക്കുന്നത്, ഇന്നിപ്പോ പഠിച്ചിട്ടുള്ള കോളേജിൽ പോയി പഠിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ഏതാണ്? ഏത് വിഷയം, ഏത് ചാപ്റ്റർ? ഇന്നിപ്പം മാത്സിലെ മൾട്ടിവേരിയബിൾ കാൽക്കുലസ്. അതെ, മൾട്ടിവേരിയബിൾ കാൽക്കുലസ് ആണ് പഠിച്ചത്. മൾട്ടിവേരിയബിൾ കാൽക്കുലസ് എന്തിനാ പഠിക്കണേ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ? നമുക്ക് അതിന്റെ ആപ്ലിക്കേഷൻ വരുമ്പോൾ. അതെ, എന്താണ് ആപ്ലിക്കേഷൻ? എന്താണ് ആപ്ലിക്കേഷൻ എന്ന് ചോദിക്കുമ്പോ ഇപ്പം പലതരം മെഷീൻസ് ആവാം. അത് വളരെ വേഗമായിട്ടല്ല, വളരെ ക്ലിയർ ആയിട്ട് ഇന്ന മെഷീനിൽ ഇന്ന് ആപ്ലിക്കേഷൻ എന്ന് പറയാൻ പറ്റുമ്പോഴാണ് യു ബിക്കം എ ലേണർ. അതിനെന്ത് ചെയ്യണം? ഇന്ന് പോയിട്ട് ഗൂഗിൾ ചെയ്യാം, ഇലക്ട്രോണിക്സ് എന്താന്ന് പഠിക്കാം, ഇലക്ട്രോണിക്സിൽ ഇതെവിടെയാ അപ്ലൈ ചെയ്യുന്നതെന്ന് പഠിക്കാം. ഗോ ആൻഡ് ജോയിൻ മൾട്ടിവേരിയബിൾ കാൽക്കുലസിൽ സ്പെസിഫിക് ആയിട്ട് കൊടുക്കുന്ന ഓൺലൈൻ ഫ്രീ കോഴ്സുകൾ ഉണ്ടാവും. ഗോ ആൻഡ് ജോയിൻ ദർ, then you become an expert. സിലബസ് നോക്കുക, സിലബസ് നോക്കിയിട്ട് നാളെ പഠിപ്പിക്കാൻ പോകുന്നത് ഇന്ന് പഠിച്ചിട്ട് പോവാം. എങ്ങനെ ഇരിക്കും? ഇപ്പൊ എന്റെ അടുത്ത് ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് യു ഷുഡ് ഹാവ് സീൻ മൈ വെബ്സൈറ്റ്. എന്റെ വെബ്സൈറ്റ് കണ്ടോ? നോക്കിയിട്ടുണ്ട്. ഡോക്ടർ ശിക്ഷ.com. അതിനകത്ത് എന്റെ ഫുൾ ബയോഡാറ്റ അവൈലബിൾ ആണ്, എന്റെ ഷെഡ്യൂൾ അവൈലബിൾ ആണ്. സോ യു മസ്റ്റ് ഇൻവെസ്റ്റ് ടൈം, സ്പെൻഡ് ടൈം ടു ലേൺ അബൌട്ട് സംതിങ്. അങ്ങനെ പഠിച്ചിട്ട് വന്നാലല്ലേ എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ക്ലാസ്സിലിരിക്കുന്നതിന് മുമ്പ്
നിങ്ങൾ ഇപ്പൊ പഠിച്ചില്ല മാത്തമാറ്റിക്സ് കഴിഞ്ഞു, ഇലക്ട്രോണിക്സിൽ പഠിച്ചിട്ടുള്ള ഒരു വിഷയം പറയും. ആ എന്താണ് ഇന്ന് പഠിപ്പിച്ചിട്ടുള്ളത്? മാത്തമാറ്റിക്സ് അല്ലാതെ ആ ഇപ്പം ഞങ്ങൾക്ക് നെറ്റ്വർക്ക് തിയറി ഉണ്ട് കോർ പേപ്പറായി. നെറ്റ്വർക്ക് തിയറി ഉണ്ട്. ആ നെറ്റ്വർക്ക് തിയറി എന്തിനാണ് ഉപയോഗിക്കുന്നത്, എവിടെയാണ് ഉപയോഗിക്കുന്നത്? നെറ്റ്വർക്ക് തിയറിയിൽ മാത്തമാറ്റിക്സ് എങ്കിലും എവിടെയെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഓക്കെ, നെറ്റ്വർക്ക് തിയറി ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പല രീതിയിലുള്ള സർക്യൂട്ട്സ് അനലൈസ് ആ ചെയ്യാൻ സർക്യൂട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് മാത്തമാറ്റിക്സ് എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? എന്ത് മാത്തമാറ്റിക്സ് ആണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ലീനിയർ ആൽജിബ്ര യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രാഫ് പല തിയറി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് കംപ്ലീറ്റ് നെറ്റ്വർക്ക് തിയറി എന്നെ സംബന്ധിച്ചിടത്തോളം. ഒന്നുകൂടെ പറയൂ സാർ. ഗ്രാഫ് തിയറി, ഗ്രാഫ് തിയറി നെറ്റ്വർക്ക്സ് അടിക്കുക, നെറ്റ്വർക്ക്സ് അടിച്ചിട്ട് മാത്തമാറ്റിക്സ് അടിക്കുക, എന്നിട്ട് ഡു എ ഓൺലൈൻ കോഴ്സ് ഫോർ ദാറ്റ്. പഠിക്കുന്ന ഓരോ വിഷയത്തിലും ഓരോ ഓൺലൈൻ കോഴ്സ് പഠിച്ചാൽ ബിടെക് കഴിയുമ്പോഴത്തേക്കും 200 ഓൺലൈൻ കോഴ്സുകൾ കയ്യിലുണ്ടാവും. 200 യൂണിവേഴ്സിറ്റികളിലുള്ള ഡിഫറെന്റ് ക്ലാസ്സുകൾ, ഡിഫറെന്റ് ലോകത്തിലുള്ള പ്രസിദ്ധമായിട്ടുള്ള ഫ്രീ ആയിട്ട് കിട്ടുന്ന MIT, കേംബ്രിഡ്ജ്, ഏതൊക്കെയാണോ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി അവിടെയൊക്കെയുള്ള കുറെ കോഴ്സുകൾ ചെയ്തു എന്ന് വിചാരിക്കുക. പക്ഷെ നമുക്ക് സർട്ടിഫിക്കേഷൻസ് കാണത്തില്ലല്ലോ ഫ്രീ ആണെങ്കിൽ. സർട്ടിഫിക്കേഷൻ ചിലവർ ചാർജ് ചെയ്യും, ചിലർ ഫ്രീ ആയിട്ട് തരും. നിങ്ങൾ ബാർഗെയിൻ ചെയ്യേണ്ടി വരും. ഇത് നമ്മുടെ നാട്ടിലെ പോലെ ഫിക്സ്ഡ് ഫീ ഒന്നും അല്ല. ഇതൊക്കെ അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്, അവർ ഓൾറെഡി പഠിപ്പിച്ച സംഭവം ഇടും. ഏതെങ്കിലും പ്രൊഫസർമാർക്ക് ഇഷ്ടം ഉണ്ടാവും. ലോകത്തിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇയാൾ ഇത് ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആ യൂണിവേഴ്സിറ്റി അത്രയും ഫേമസ് ആയി, എത്ര ആൾക്കാർ അവിടെ ഹിറ്റ് ചെയ്യുന്നുണ്ട് നോക്കുമ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള കോഴ്സ് വർക്ക് ചെയ്യുന്ന പ്രൊഫസർക്ക് ആ യൂണിവേഴ്സിറ്റി കാശ് കൊടുത്തോളൂ. മനസ്സിലായോ? അപ്പൊ അതുപോലെ ഇതിന് വ്യത്യസ്തമായിട്ടുള്ള കമേഴ്ഷ്യൽസ് ആണ്. ആ കമേഴ്ഷ്യൽസ് ഒക്കെ നമുക്ക് മനസ്സിലാവും. ആദ്യം ഇത് കാശുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറാണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഏത് കടയിലും പോയിട്ട് ചോദിക്കാലോ, ഉണ്ടക്കായ്ക്ക് എത്ര പൈസയാണ്, പെരിപ്പോടൊക്കെ എത്രയാന്ന് ചോദിച്ചിട്ട് തിരിച്ചു വരുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് കഴിക്കാൻ പറ്റില്ലെങ്കിലും മണെങ്കിലും അടിക്കാലോ നമുക്ക്. അതുപോലെ ചുമ്മാ കയറുക, അത് കയറി രജിസ്റ്റർ ചെയ്യുക, കാശ് എവിടെ ചോദിക്കുന്നോ, എവിടെ ക്രെഡിറ്റ് കാർഡ് ചോദിക്കുന്നോ അപ്പൊ പുറത്തു വരിക, എന്നിട്ട് വേറെ നോക്കുക. അങ്ങനെ ഒരു 10 സ്ഥലത്ത് കയറുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പരിചയമാവും, ശീലാവും. ഇതൊക്കെയാണ് യൂണിവേഴ്സിറ്റികൾ. അപ്പൊ ഏതൊക്കെ ചെയ്തു, എന്തൊക്കെ പോയി, എവിടെയൊക്കെ അറിഞ്ഞു, എന്തൊക്കെ കോഴ്സുകളാണ് ഉള്ളത്, പുതിയ കോഴ്സുകൾ എന്തൊക്കെയാണ്, ഇൻവെസ്റ്റ് ലോട്ട് ഓഫ് ടൈം. അപ്പോൾ പുതിയ ലോകത്ത് എന്തൊക്കെയാണ് പുതിയ സംഭവങ്ങൾ, ഇതൊന്നുമില്ലെങ്കിൽ ഇതൊക്കെ സബ്ജക്റ്റുകൾ വിക്കിപീഡിയയിൽ ഉണ്ടല്ലോ. അത് വായിച്ച് മനസ്സിലാക്കി ഒരു നോട്ട് ഉണ്ടാക്കാലോ. യൂട്യൂബിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇപ്പൊ കാൽക്കുലസ് ഡോക്ടർ TPS പഠിച്ചാൽ കാൽക്കുലസിന്റെ അപ്ലിക്കേഷൻസ് ഞാൻ പല ക്ലാസ്സുകളിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് ഇപ്പൊ ഇലക്ട്രോണിക്സ് ഡോക്ടർ TPS പഠിക്കാം. അപ്പൊ യു വിൽ സീ സം ഇലക്ട്രോണിക്സ് ക്ലാസ്സസ്. നമ്മൾ ഈ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഗേറ്റ്, IES പോലുള്ള എല്ലാ ഈ പഠിക്കുന്ന ബേസിക് സബ്ജക്റ്റുകളുടെ കോർ ഡീപ്പ് നോളജ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഉപയോഗിക്കുന്ന കുറെ വാക്കുകൾ, ഇപ്പൊ ഇലക്ട്രോണിക്സിലൊരു ഒരു ഇന്നത്തെ ചാപ്റ്ററിലുള്ള ആ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള 4-5 വാക്കുകൾ പറയും, ടെക്നിക്കൽ ടേംസ്. നെറ്റ്വർക്ക് തിയറിയുടെ കാര്യം പറയാം. അതിലുള്ളത് നെറ്റ്വർക്ക് എന്നുള്ളതിന്റെ അർത്ഥം ഇതുവരെ ഡിക്ഷണറി നോക്കിയോ? നെറ്റ്വർക്ക് സംഭവം എന്തോന്ന് അറിയാം, അങ്ങനല്ല, നോക്കിയോ ഡിക്ഷണറിയിൽ എന്നാണ് എന്റെ ചോദ്യം. ഡിക്ഷണറിയിൽ നോക്കിയില്ല. നമ്മുടെ ധാരണ നമുക്ക് അതിന്റെ അർത്ഥം അറിയാവുന്നതാണ്. അങ്ങനെ അറിയാന്നുള്ള ധാരണയിൽ പാടില്ല. ഗോ ആൻഡ് ലുക്ക് അറ്റ് ദ ഡിക്ഷണറി മീനിങ്. അങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ആ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ സിലബസിൽ വരുന്ന 10 വാക്കുകൾ എടുത്തിട്ട് ആ വാക്കിന്റെ അർത്ഥം ഒന്ന് നോക്കൂ. എന്നിട്ട് വായിക്കുമ്പോൾ നമ്മൾ ഡീപ്പ് നോളജ് ഉണ്ടാവും. ആ ഡീപ്പ് നോളജ് ആണ് പലപ്പോഴും ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. പിന്നെ ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ എബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, പിന്നെ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി, ഇതൊക്കെ ഉണ്ടാവുമ്പോഴാണ് ഏത് കോമ്പറ്റീറ്റീവ് എക്സാംസും പാസ്സാവുക. അത് ഗേറ്റ് ആയാലും കാറ്റ് ആയാലും പിന്നെ GRE ആയാലും എല്ലാത്തിനും ഒരു 20 to 30% കോമൺ ആണ്. ഡോക്ടർ TPS KLH എന്നടിക്കാം. KL യൂണിവേഴ്സിറ്റി ഹൈദരാബാദിന്റെ ഷോർട്ട് ഫോം ആണ് KLH. അവിടെ ഞാൻ പഠിപ്പിച്ചൊരു പേപ്പറാണ് ലാസ്റ്റ് ഇയർ 3rd ഇയർ കുട്ടികൾക്ക് ക്യാമ്പസ് ടു കോർപ്പറേറ്റ്, ക്യാമ്പസിൽ നിന്ന് കോർപ്പറേറ്റ് കമ്പനികളിലേക്ക് ജോലിക്ക് പോകണമെങ്കിൽ എന്ത് പഠിക്കണം. ഗോ ടു UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഡോക്ടർ TPS. അപ്പൊ എങ്ങനെ സിവിൽ സർവീസ് എഴുതണമെങ്കിൽ എന്ത് കഴിവാണ് വേണ്ടത്, ഇത് രണ്ടും നോക്കിയാൽ മനസ്സിലാവും. ഇതിലൊക്കെ കോമൺ ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇത് നമ്മൾ പലപ്പോഴും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വളരെ, അത് ഏറ്റവും കൂടുതൽ വേണ്ട ലോജിക്കൽ റീസണിങ് ആണ്. ഞാനിപ്പോ ഒരു വാക്ക് എഴുതാൻ പറയാം, ആ സ്പെല്ലിംഗ് എഴുതണം. ATH
ATHIAWD. എന്തപ്പോ എഴുതാൻ പറഞ്ഞേ? സാറാ സ്പെല്ലിംഗ് പറഞ്ഞ ഞാൻ കറക്റ്റ് ആയിട്ട് എഴുതി. അതെ, ആ സ്പെല്ലിങ്ങിൽ എന്തെങ്കിലും ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ? എന്റെ പേര് ഒളിഞ്ഞു കിടക്കുന്നതായി. അതെ, ഈ കഴിവാണ് ലോജിക്കൽ റീസണിങ്. ഓക്കെ. മനസ്സിലായോ? ആ ഇത് നമ്മൾ വളരെ സിമ്പിളാന്നൊക്കെ തോന്നും. പക്ഷെ എക്സാംസിന് പല ക്വസ്റ്റ്യൻസും. ഞാനിത് വളരെ സിമ്പിൾ ആയിട്ട് കൊടുത്തതാണ്, അതിനേക്കാളും ഡിഫിക്കൽട്ട് ആയിട്ട് എനിക്ക് തരാമായിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള എബിലിറ്റി നമ്മുടെ ബ്രെയിനിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന കഴിവുകൾ നമുക്ക് ഉണ്ടാവണം. ഇതൊക്കെ എല്ലാ ദിവസവും ചെയ്താലേ പറ്റുള്ളൂ. അല്ലാണ്ട് 4th ഇയർ എക്സാം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കമ്പനിക്ക് ജോലിക്ക് പോകുമ്പോൾ 4 ദിവസം കൊണ്ട് പഠിച്ചാലൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നല്ല അത്. മനസ്സിലായോ? അപ്പൊ അത്തരം നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ആ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഡിബേറ്റ്സ് ഉണ്ടാക്കി, ആ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഡിസ്കഷൻസ് ഉണ്ടാക്കി, ലോക പരിജ്ഞാനം ഉണ്ടാവണം. ഇപ്പൊ മോദി അമേരിക്കയിൽ പോയി ഡിസ്കസ് ചെയ്തത് എന്താന്ന് എനിക്ക് അറിയേണ്ട കാര്യമില്ല എന്ന് പറയാൻ പാടില്ല. യു ആർ എ സോഷ്യൽ ബീയിങ്. അതൊക്കെ അറിയണം. കാരണം അത് സോഫ്റ്റ്വെയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, പിന്നെ ഡെവലപ്പേഴ്സിന് മാറ്റം ഉണ്ടാക്കും, ലോകത്തിലുള്ള കമ്മ്യൂണിക്കേഷനിൽ മാറ്റം ഉണ്ടാവും, ഇലക്ട്രോണിക്സിൽ മാറ്റം ഉണ്ടാവും, നാളെ കിട്ടാൻ പോകുന്ന വിസയുടെ പ്രോസസ്സുകളിൽ മാറ്റം ഉണ്ടാവും. അപ്പൊ ലോകത്തെക്കുറിച്ച് അറിയാനുള്ള കഴിവ് ഇയാൾക്കുണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യും. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണം. ഒരു ദിവസം കൊണ്ട് താല്പര്യം ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പൊ ഈ എല്ലാ താല്പര്യങ്ങളും നമുക്ക് ഉണ്ടാവുമ്പോഴാണ് ആ ടെസ്റ്റുകളാണ് നമ്മൾ എക്സാമിനേഷന് എപ്പോഴും ടെസ്റ്റ് ചെയ്യിക്കുക. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ഇന്ന് മുതൽ അതിനെ കൊണ്ട് കുറേ സമയം ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാന്നല്ല പറഞ്ഞത്, ഇൻവെസ്റ്റ് ചെയ്യാന്നാ പറഞ്ഞത്. അപ്പൊ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, ഐ ഷുഡ് സ്പെൻഡ് മൈ ടൈം. നോ, യു ഷുഡ് നോട്ട് സ്പെൻഡ് യുവർ ടൈം, യു മസ്റ്റ് ഇൻവെസ്റ്റ് യുവർ ടൈം. അപ്പൊ സ്പെൻഡും ഇൻവെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ ഉപയോഗിക്കണേ. അപ്പൊ വൊക്കാബുലറി നല്ലപോലെ ഉണ്ടാവണം. അർത്ഥം നന്നായിട്ട് അറിയണമെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറേ വാക്കുകൾ, ഇപ്പം ഇലക്ട്രോണിക്സിൽ വരുന്ന കുറേ വാക്കുകൾ പറഞ്ഞാൽ 10 വാക്കുകളെങ്കിലും പടപടാന്ന് പറയാൻ പറ്റണം. ഇപ്പൊ റെസിസ്റ്റൻസ്, പിന്നെ കപ്പാസിറ്റർ, പിന്നെ അയോഡ്, ഇതിന്റെയൊക്കെ അർത്ഥം ഡിക്ഷണറിയിൽ നോക്കുക. യൂസ് എ ഡിക്ഷണറി. വേർഡ് ഹിപ്പോ.com എന്ന് പറഞ്ഞൊരു ഡിക്ഷണറി ഉണ്ട്. ഓൺലൈനായിട്ട് കാണാൻ പറ്റുന്നത്. WORD വേർഡ് ഹിപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ. ആ ഹിപ്പോ എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റിംഗ് ഡാൻസ് എന്ന അർത്ഥമാണ്. ഹിപ്പോ ഡാൻസ് എന്ന് പറഞ്ഞൊരു ഡാൻസ് തന്നെ ഉണ്ട്. അപ്പൊ വാക്കുകളെ അങ്ങനെ ഡാൻസ് ചെയ്തിട്ട് പഠിക്കുകയാണ് വേർഡ് ഹിപ്പോ.com. അത് പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയൊക്കെ വാക്കുകൾക്ക് അർത്ഥമുണ്ടോ എന്ന് മനസ്സിലാവും. അങ്ങനെ വ്യത്യസ്തമായിട്ട് നമ്മൾ പഠിച്ച് 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 ആ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് ദെൻ യു ബിക്കം ഗ്രേറ്റ്. ഇൻവെസ്റ്റ് യുവർ ടൈം. കാര്യങ്ങളില്ലെങ്കിലും കോണ്ടാക്ട് ചെയ്യണം. ഇപ്പൊ പലർക്കും പറ്റുന്നത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് വന്നിട്ടുള്ള താമസിച്ചൊരു പയ്യൻ ഒരു 9 വർഷം 10 വർഷത്തിന് ശേഷമാണ് 10 വർഷത്തിന് ശേഷമാണ് ഇന്നലെ കോണ്ടാക്ട് ചെയ്യുന്നത്. നോക്കുമ്പോൾ വലിയ പ്രോബ്ലത്തിൽ പെട്ടിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. ആ സമയത്ത് നല്ലൊരു സ്റ്റുഡന്റ് ആയിരുന്നു, പക്ഷെ അത് പോയി, മിസ്സായി. ഇപ്പം ഇലക്ട്രോണിക്സ് എടുക്കണോ കമ്പ്യൂട്ടർ സയൻസ് എടുക്കണോ ഏത് കോളേജിലാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്കഷനാണ് 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നത്. അപ്പൊ ഞാൻ ഇലക്ട്രോണിക്സ് എടുത്തോളൂ, നിങ്ങളുടെ ഓപ്ഷൻസ് വെച്ചിട്ട് ചേരാൻ പറ്റുന്ന ഏറ്റവും നല്ല കോളേജ് ഇതാണ്. നല്ല കോളേജ് ആയതുകൊണ്ടൊന്നും അല്ല, വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് 9 വിഷയത്തിൽ തോറ്റു, എല്ലാത്തിലും പാളീസായിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? അത് വിളിക്കുന്നത് കുട്ടിയല്ല, അമ്മയാണ്. അപ്പൊ അമ്മയോട് പറഞ്ഞു നാളെ കുട്ടിയോട് വിളിക്കാൻ പറയും. തീർന്നു, പിന്നെ വിളിച്ചിട്ടില്ല. മനസ്സിലായോ? അപ്പം ഈ മെന്ററിങ് മീൻസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി അപ്ഡേറ്റിംഗ് വാട്ട് ഈസ് ഹാപ്പനിങ്, വാട്ട് ടു ബി ഡൺ. ഇപ്പൊ കുറെ കോഴ്സുകൾക്ക് ചേരണം എന്ന് പറഞ്ഞു, ചേർന്നു എന്ന് പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്യുമ്പോഴേ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ അദ്വൈത് എന്ന് പറയുന്ന ഒരാള് ഞാൻ പറഞ്ഞിട്ട് ഇന്ന കോഴ്സിനൊക്കെ ചേർന്നു എന്ന് ഞാൻ അറിയുള്ളൂ. സോ യു മസ്റ്റ് കീപ് അപ്ഡേറ്റിംഗ്, അതാണ് വേണ്ടത്. വാട്സപ്പാണ്. ഒരു ദിവസം 1,00,000-ലധികം ആൾക്കാർ എന്റെ കോൺടാക്റ്റിലുള്ള 1000 പേരുടെ വാട്സപ്പ് മെസ്സേജ് വരും, അതിനൊക്കെ റിപ്ലൈ ചെയ്യും. ഞാൻ റെസ്പോണ്ട് ചെയ്യും. പിന്നെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ അപ്പം എപ്പോഴായാലും ഇതേപോലെ ഒരു ജി മീറ്റ് വെക്കാനായാലും കാര്യങ്ങൾ ചോദിച്ചറിയാനായാലും